നമുക്ക് ഇനി ഈ ചാപ്റ്ററിലെ അഭ്യാസഹ അതായത് എക്സസൈസ് സെക്ഷൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് ഉച്ചാരണം കുരുത. ഈ ബോക്സിൽ കുറെ വേർഡ്സ് തന്നിട്ടുണ്ട്, അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, അതാണ് ഉച്ചാരണം കുരുത. അപ്പൊ ആദ്യത്തെ വേർഡ് നോക്കാം. ഛാത്ര. ഛാത്ര എന്ന് പറഞ്ഞ ഗേൾ സ്റ്റുഡന്റ്. ലത ക്രീപ്പർ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ്. പ്രയോഗശാല ലാബ്. ലേഖിക റൈറ്റർ. ലേഖകഹ എന്ന് പറഞ്ഞ മെയിൽ റൈറ്റർ. ലേഖിക എന്ന് പറഞ്ഞ ഫീമെയിൽ റൈറ്റർ. അടുത്തത് ശിക്ഷിക എന്ന് പറഞ്ഞ ടീച്ചർ. പേട്ടിക ബോക്സ്. മാല ഗാർലൻഡ്. സേവിക സെർവന്റ്. സേവകഹ എന്ന് പറഞ്ഞ മെയിൽ സെർവന്റ്. സേവിക എന്ന് പറഞ്ഞ ഫീമെയിൽ സെർവന്റ്. അടുത്തത് നൗക എന്ന് പറഞ്ഞ ബോട്ട്. ചുരിക നൈഫ്. കലിക ബഡ്. ഗായിക സിംഗർ. അപ്പോ ഇങ്ങനെ ആ എന്ന് വിസർഗ വരുന്ന വേർഡ്സ് ഒക്കെയാണ് സ്ത്രീലിംഗ ശബ്ദം എന്ന് സാൻസ്ക്രിറ്റിൽ പറയുന്നത്. ഛാത്ര, പേട്ടിക, സേവിക, ആ എൻഡിങ് വരുന്നതാണ് സ്ത്രീലിംഗ ശബ്ദം. അടുത്ത എക്സസൈസ് നോക്കാം. ചിത്രാണി ദൃഷ്ട്വ പദാനി ഉച്ചാരയത. ഇവിടെ കുറെ ഫോട്ടോസ് തന്നിട്ടുണ്ട്, അതിനടിയിൽ അതിന്റെ മീനിങ്സും ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു ബോക്സിൽ കുറെ സ്ത്രീലിംഗ ശബ്ദം ഉണ്ടായിരുന്നു, അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്തു. അപ്പൊ ഇവിടെ ഓരോ ഫോട്ടോസിനടിയിൽ അതിന്റെ മീനിങ്സ് ഉണ്ട്, അത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യണം. അപ്പൊ ആദ്യത്തെ നോക്കാം. സൂചിക എന്ന് പറഞ്ഞ നീഡിൽ. പിപീലിക ആൻഡ്. കുഞ്ചിക കീ. ദ്വിചക്രിക സൈക്കിൾ. ഉത്പീഡിക സ്റ്റൂൾ. മക്ഷിക ഹൗസ് ഫ്ലൈ. അഗ്നിപേടിക മാച്ച് ബോക്സ്. മാപ്പിക സ്കെയിൽ. വീണ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. അടുത്തത് വർണ്ണ സംയോജനം കൃത്വ പദം കോഷ്ടകേ ലിഖത. ഇവിടെ കുറെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇത് പഠിച്ചിരുന്നു. ആ സ്പ്ലിറ്റ് ചെയ്ത ഓരോ അക്ഷരങ്ങൾ നമ്മൾ ഒറ്റ വേർഡാക്കി ഈ ബോക്സിൽ എഴുതണം. കോഷ്ടകെ എന്ന് പറഞ്ഞ ഈ ബോക്സ്. അപ്പൊ നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ഒറ്റ വേർഡാക്കി എഴുതണം. അത് ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി കാണിച്ചു തരാം. നമുക്കപ്പോ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ സ്പ്ലിറ്റ് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ കൺസോണൻസ് പ്ലസ് വവൽസ്, അങ്ങനെ വേണം ഒരു അക്ഷരം ഉണ്ടാക്കാൻ. എക്സാമ്പിള് പ പ്ലസ് ആ പ. അതുപോലെ ക പ്ലസ് ഇ ഹി. അങ്ങനെ ഒരു കൺസോണന്റും ഒരു വവ്വലും വെച്ചിട്ട് വേണം ഒരു അക്ഷരം എഴുതാൻ. അപ്പോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ആദ്യം ഇവിടെ ഓ, അതൊരു വവ്വലാണ്, അപ്പൊ അതുപോലെ നമ്മൾ എഴുതാം ഓ. രണ്ടാമത്തെ ദയും യായും ആ. ദയും യായും കൺസോണൻസ് ആണ്. ആന്ന് പറഞ്ഞ വവ്വൽസ്. അപ്പൊ ദയുടെ ഹാഫും യും ആ ഉദ്യ. അതായത് ന പ്ലസ് എ നേ ഉദ്യാനെ. അത് നമുക്ക് ഇങ്ങനെയും എഴുതാം ഉദ്യാനെ. ദ്യാന്ന് പറഞ്ഞ ദ പ്ലസ് യ. അടുത്തത് സ പ്ലസ് ത പ്ലസ് ആ. ഇത് രണ്ടും കൺസോണൻസ്, ഇത് വവ്വല്. അപ്പൊ സയും തയും കൺസോണൻസ് ഒരുമിച്ച് വന്നാൽ അത് ഇങ്ങനെ എഴുതണം സ്ത. സയുടെ ഹാഫും തയും, അത് കഴിഞ്ഞിട്ട് വവ്വൽ ആഡ് ചെയ്യുക സ്ത. ല പ്ലസ് ഇ ലി. ക പ്ലസ് ആ കാ. സ്താലിക എന്ന് പറഞ്ഞ പ്ലേറ്റ്. മൂന്നാമത്തെ ഗ പ്ലസ് ആ ഗ. ട് പ്ലസ് ഇ ടി. ക പ്ലസ് ആ കാ. ഗഡിക ക്ലോക്ക്. നാലാമത്തെ സ ത ര ഈ. 3 കൺസോണൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത് മൂന്നും ഇങ്ങനെ എഴുതണം. സ്ത്രീ. ത്ര എന്ന് പറയുന്നത് ത പ്ലസ് ര എന്നാണ്. ത പ്ലസ് ര ആണ് ത്ര എന്ന് വരുന്ന അക്ഷരം. അപ്പൊ ഇവിടെ സ്ത്രീ ത്ര എന്ന് വരും. സ്ത്രീ. ല പ്ലസ് ഇ ലി. ng് പ്ലസ് ഗ പ്ലസ് അഹ. അത് രണ്ടും ഇങ്ങനെ എഴുതണം. ഗഹ.
സ്ത്രീലിംഗഃ. ലാസ്റ്റ് വേർഡ് മ പ്ലസ് ആ, മാ. പ പ്ലസ് ഇ, പി. ക പ്ലസ് ആ, കാ. മാപിക, സ്കെയിൽ. അപ്പോൾ ഇത് മാത്രമാണ് കുറച്ച് ഡിഫിക്കൽട്ട്. ഇവിടെ 3 കൺസോണൻസ് ഒരുമിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഈ ത പ്ലസ് ര, ത്ര എന്നതാണ്. അപ്പോൾ സ പ്ലസ് ത പ്ലസ് ര പ്ലസ് ഇ വവ്വല് വരുമ്പോൾ 3 എന്ന് വരും. സയുടെ ഹാഫും ഈ ത്ര, 3 എന്ന് വരും. അടുത്തത് നോക്കാം. പദാനാം വർണ്ണവിച്ഛേദം പ്രദർശയത. നേരത്തെ കുറെ അക്ഷരങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നിട്ട് ഒറ്റ വേർഡാക്കി എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഓരോ വേർഡ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അതാണ് ഈ എക്സസൈസ്. അതും ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ എഴുതി കാണിച്ചു തരാം എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത് എന്ന്. അപ്പൊ നമുക്ക് ഈ എക്സസൈസ് നോക്കാം. ഇവിടെ വേർഡ്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഇങ്ങനെ നേരത്തെ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. അപ്പൊ ആദ്യത്തെ വേർഡ് ചടകെ. അപ്പൊ ആദ്യം ച എന്ന അക്ഷരം, ച പ്ലസ് ആ, ച. അത് കഴിഞ്ഞിട്ട് ട എന്ന അക്ഷരം, ട പ്ലസ് ആ. കെ എന്ന അക്ഷരം, ക പ്ലസ് എ. അതാണ് ചടകെ. ച പ്ലസ് ആ, ട പ്ലസ് ആ, ക പ്ലസ് എ, ചടകെ. അടുത്തത് ദാവികാഹ. ദ പ്ലസ് ആ, ദാ. വി എന്ന് വരുമ്പോ വ പ്ലസ് ഇ. കാഹ എന്ന് വരുമ്പോ ക പ്ലസ് ആഹ, കാഹ. ദാവി കാഹ. അടുത്തത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. കുഞ്ചിക. ആദ്യം കു, ക പ്ലസ് ഉ, കു. അതുകൊണ്ട് ഞ എന്നാണ് വരുന്നത്. അത് ഞ പ്ലസ് ച പ്ലസ് ഇ. ഈ അക്ഷരം ജ എന്ന് വരുന്നത് ഞ പ്ലസ് ചയാണ് ഈ അക്ഷരം. അപ്പൊ ക പ്ലസ് ഉ, കു. ഞ പ്ലസ് ച പ്ലസ് ഇ, ജി. ക പ്ലസ് ആ, കാ, കുഞ്ചിക. അത് കഴിഞ്ഞിട്ട് ഗഡ്വ. ഗ പ്ലസ് ആ, ഘ. ഇവിടെ ട എന്ന് മാത്രമേ ഉള്ളൂ, ആ ഇല്ല. അപ്പൊ ട അതുപോലെ എഴുതാം. അത് കഴിഞ്ഞിട്ട് വ, വ പ്ലസ് ആ, ഗഡ്വ. ചുരിക. ചു എന്ന് വരുമ്പോ ച പ്ലസ് ഉ, ചു. ഡി. ര പ്ലസ് ഇ. ലാസ്റ്റ് വൺ കാ. ക പ്ലസ് ആ, ചുരിക. ഇങ്ങനെ വേണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ.